നക്ഷത്ര ഹോട്ടലുകൾ സഞ്ചാരികളെ ആകർഷിക്കുന്നില്ല. സംസ്ഥാനത്ത് വർദ്ധിക്കുന്നത് മദ്യക്കച്ചവടം മാത്രം. മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും നക്ഷത്ര ഹോട്ടലുകളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണെങ്കിലും കേരളത്തിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്നില്ലെന്ന് കണക്കുകൾ. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 94 പഞ്ചനക്ഷത്ര ഹോട്ടലുകളും 420 4 നക്ഷത്ര ഹോട്ടലുകളും 607 3 നക്ഷത്ര ഹോട്ടലുകളുമുണ്ട്. മഹാരാഷ്ട്ര, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളമെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്രയിൽ 86 പഞ്ചനക്ഷത്ര ഹോട്ടലുകളും 36 4 സ്റ്റാർ ഹോട്ടലുകളും 63 3 സ്റ്റാർ ഹോട്ടലുകളുമാണുള്ളത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് അനുമതി കൊടുക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. രാജ്യത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ എണ്ണത്തിൽ കേരളത്തിന് തൊട്ടു പിന്നിലുള്ള മഹാരാഷ്ട്രയിൽ 2023 33.87 ലക്ഷം വിനോദസഞ്ചാരികളെത്തിയപ്പോൾ കേരളത്തിൽ വന്നത് വെറും 6.49 ലക്ഷം പേരാണ്. കേരളത്തിൽ നക്ഷത്ര ഹോട്ടലുകൾ കൂണുപോലെ മുളച്ചുപൊങ്ങാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന മദ്യനയമാണ്. 2021 അന്നത്തെ UDF സർക്കാർ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി മദ്യം വിളമ്പാനുള്ള അനുമതി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമാക്കി ചുരുക്കിയിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ടായി. തുടർന്നു വന്ന ഇടത് സർക്കാർ 4 സ്റ്റാർ 3 സ്റ്റാർ നക്ഷത്ര ഹോട്ടലുകൾക്ക് കൂടി മദ്യം വിളമ്പാൻ അനുമതി നൽകി. ഇതോടെ ഈ റാങ്കിലുള്ള ഹോട്ടലുകളും വർദ്ധിച്ചു. എന്നാൽ ഇത്തരം ഹോട്ടലുകളിൽ വിനോദസഞ്ചാരികളല്ല സാധാരണക്കാരാണ് എത്തുന്നതെന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. വിശദമായ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ 94, മഹാരാഷ്ട്രയിൽ 86, ഗുജറാത്ത് 76, ഗോവ 70, കർണാടക 66, ഡൽഹി 54. 4 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണങ്ങൾ: കേരളം 420, മഹാരാഷ്ട്ര 36, ഗുജറാത്ത് 61, ഗോവ 10, കർണാടക 10, ഡൽഹി 23. 3 സ്റ്റാർ ഹോട്ടലുകൾ: കേരളം 607, മഹാരാഷ്ട്ര 69, ഗുജറാത്ത് 120, ഗോവ 4, കർണാടക 11, ഡൽഹി 5 എന്നിവയാണ് കണക്കുകൾ.